ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായി, അതിലൊന്നും ഇടാറില്ല. ഇപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും ആ ചാനലിലേക്ക് റീ എൻട്രി ചെയ്യാനുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇതിലെന്താണെന്ന് വെച്ചാൽ, എങ്ങനെ നമുക്ക് ഒരു എക്സസൈസോ ഡയറ്റോ ഒന്നും കൂടാതെ എങ്ങനെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാം. അത് എൻ്റെ ഓൺ കാര്യങ്ങളാണ് ഇതെല്ലാം. ഞാൻ എവിടെ പഠിച്ചതൊന്നുമല്ല. ഹോസ്പിറ്റലിൽ ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ ഒരു വെയിങ് മെഷീൻ എൻ്റെ കൺമുന്നിൽ പെട്ടപ്പോൾ ഞാൻ ഉടനെ വിചാരിച്ചൊന്ന് വെയിറ്റ് ഒന്ന് നോക്കിക്കളയാം. വെയിങ് മെഷീനിൽ കയറി നിന്ന് ഞാൻ താഴെ നോക്കുമ്പോഴേക്ക് എനിക്ക് ശരിക്കും ബോധക്കേട് വന്നു. കാരണം 90 kg ഞാൻ കണ്ടു. അതിൽ ഇത്ര വെയിറ്റ് ഇങ്ങനെ കൂടിയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും യാതൊരു ഇത് കിട്ടിയില്ല. ഞാൻ അത് കഴിഞ്ഞ് ടെൻഷൻ അടിച്ച് വീട്ടിലെത്തി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ 90 kg ആയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളിയുടെ ഓഫീസിലൊരാളുണ്ട്, നല്ല വെയിറ്റുള്ള ആളാണ്, അങ്ങനെ ഈ ഒരു ഹെർബൽ ലൈഫ് എൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, നല്ല ഇഫക്റ്റീവാണ് എന്നൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു ആ ഹെർബൽ ലൈഫിൻ്റെ ഒരു മാഡത്തിൻ്റെ പേരും എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നു, അതിൽ ജോയിൻ ചെയ്യുന്നു. അത് കുഴപ്പമില്ലായിരുന്നു, നല്ല ഒരു ഇതായിരുന്നു. പക്ഷേ ഇടയ്ക്ക് നമുക്ക് ഫുഡ് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. രാവിലെ ഒരു പ്രോട്ടീൻ ഡ്രിങ്ക്, വൈകുന്നേരം വേറൊരു ഡ്രിങ്ക്, പിന്നെ അതിൽ വീക്കിൽ ഒരു ദിവസം ഫുൾ ഫാസ്റ്റിംഗ് പോലെയാണ്. അങ്ങനെ കുറച്ച് കൺട്രോളാണ്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നിട്ടൊരു പണിയാണ്. രാവിലെ എണീച്ച് വെയിറ്റ് നോക്കണം. വെയിറ്റ് നോക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. കാരണം അത് ഏത് സ്ഥലത്തു നിന്നാണ് ഒരു സ്റ്റാമ്പ് വെയിറ്റ് എന്തോ ഉണ്ട്, അവർക്ക് അത് വ്യക്തമായിട്ടും നമ്മൾ ഇതിൽ കറക്റ്റായി എടുത്തതാണെന്ന് അവർക്ക് അറിയണം. അങ്ങനെ 3 months ഞാൻ കൊടുത്ത് ഇതെല്ലാം ചെയ്ത് ശരിക്കും നല്ല വെയിറ്റ് റിഡക്ഷൻ ഉണ്ടായി, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. മൈ വെയിറ്റ് കെയിം ഡൗൺ ടു 80 വരെ എത്തി. 80 വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ 3 months ആയി അപ്പോഴേക്കും. അപ്പോൾ എൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു, ഇത് അധികം നല്ലതല്ല, ഇത് അധികം കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും, അങ്ങനെ എങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഞാനൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഞാനത് സ്റ്റോപ്പ് ചെയ്തു തൽക്കാലത്തേക്ക്. അപ്പോൾ ഞാൻ വെച്ചാൽ ഈ വെയിറ്റ് 80 കിടക്കുന്ന അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ വീണ്ടും അത് കഴിഞ്ഞ് ഞാൻ ഓരോരോ സ്ഥലത്തൊക്കെ പോകും. അപ്പോൾ അവിടുത്തെ ഫുഡ് ഇങ്ങനെ ഒരു ഇതും ഇല്ലാതെ ഫുഡ് കഴിച്ച് അവസാനം 84-85 വരെ എത്തി. ആ സമയത്ത് എനിക്ക് കേദാർനാഥ് പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെയിറ്റ് റിഡക്ഷൻ വേണം. കാരണം അവിടെ ഹെലികോപ്റ്റർ ഹോസിൻ്റെ മുകളിലാണ് പോകുന്നെങ്കിൽ അവിടെ അതിനൊക്കെ വെയിറ്റ് വളരെ ഒരു വലിയ വെയിറ്റിലാണെങ്കിലും ബുദ്ധിമുട്ടാണ് പോകാൻ എന്നൊക്കെ ഞാൻ വായിച്ചറിഞ്ഞു. അപ്പം അന്ന് തൊട്ട് ഞാനിങ്ങനെ എങ്ങനെയാണ് എനിക്ക് വീണ്ടും വെയിറ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം വീഡിയോ കണ്ടുകൊടുക്കുമ്പോൾ ഡോക്ടർ പാൽ എന്ന ഒരു വ്യക്തി, പുള്ളിയുടെ നല്ലൊരു വീഡിയോ ആയിരുന്നു. അത് കണ്ട ഉടനെ എനിക്ക് തോന്നി അതെന്താണെന്ന് വെച്ചാൽ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഒരുപാട് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെത് വളരെ നല്ല ഇൻഫർമേറ്റീവ് ആയിരുന്നു. നമ്മൾ എന്താണ് ഫാസ്റ്റിംഗ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്ന് എല്ലാ കാര്യങ്ങളും പുള്ളി പറയുന്നുണ്ട്. അങ്ങനെ അതിൽ നോക്കി ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസ്റ്റിംഗ് ടൈമും ഈറ്റിംഗ് ടൈമും നമ്മൾ തന്നെ ക്രമീകരിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് അവർ പറഞ്ഞത് 12 മണിക്കൂർ ഈറ്റിംഗ് ടൈം, 12 മണിക്കൂർ ഫാസ്റ്റിംഗ്. അങ്ങനെ രാവിലെ 8 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ വൈകുന്നേരം 8 മണിയോടുകൂടി സ്റ്റോപ്പ് ചെയ്യണം ഫുഡ്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തും കഴിക്കുക എന്നുള്ളതല്ല, നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ, അത് കഴിക്കുക. അതിനുശേഷം 8 to മോർണിംഗ് 8 വരെ നമ്മളൊന്നും കഴിക്കരുത്, അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ ആ 8 എന്നൊക്കെ മാറ്റി ഞാൻ 6 o'clock ഞാൻ 6 PM ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കും, പിന്നെ രാത്രിയിലെ ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മോർണിംഗ് 10 o'clock ഞാൻ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അത്രയും അവേഴ്സ് എനിക്ക് ഫാസ്റ്റിംഗ് കിട്ടി. പിന്നെ 10 to 6 PM വരെ ഞാൻ ഈറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഐ യൂസ് ടു ഈറ്റ് 3 ദോശ അല്ലെങ്കിൽ ചപ്പാത്തി എന്താ വെച്ചാൽ അത്, പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കും. പിന്നെ വൈകുന്നേരം ചിലപ്പോൾ അന്ന് റാഗി കുറുക്കിയിട്ട് കഴിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഓട്സ് കഴിക്കുമായിരുന്നു, അങ്ങനെ എന്തും കഴിക്കും ഒരു 6 മണിക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാറില്ല. അത് കുറച്ച് കണ്ടിന്യൂ ചെയ്തപ്പോൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് വന്നു. ഇറ്റ് കെയിം ഡൗൺ ടു 76-77 വരെ എത്തി. അത് പിന്നെ അവിടെ സ്റ്റക്കായി വെയിറ്റ്. പിന്നെ അത് എന്ത് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. വീണ്ടും വീഡിയോസ് ഇങ്ങനെ ഓടിച്ച് നോക്കുമ്പോൾ കണ്ടത് വൈറ്റ് ഷുഗർ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാനാണ്. അപ്പോൾ വൈറ്റ് ഷുഗർ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഞാൻ ശർക്കര കുറച്ചുകൂടെ അതിൽ ഒരുപാട് വൈറ്റമിൻസും ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ വായിച്ചു. ഇതെല്ലാം വായനയിൽ കൂടിയാണ്, ആരോടും ചോദിച്ചതൊന്നുമല്ല. അത് കഴിഞ്ഞ് അതിൽ ഞാൻ എന്ത് വെച്ചാൽ ശർക്കര പൊടി വാങ്ങി വെച്ച് 1/2 സ്പൂൺ ഒരു രാവിലെ ഒരു ചായ, വൈകുന്നേരം ഒരു ചായ അതിൽ
ഇതിട്ട് കുടിക്കും. പിന്നെ രാവിലെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓട്ട് മീൽ ഉണ്ടാക്കാൻ പഠിച്ചു ഞാൻ. രാത്രി നമ്മൾ തലേദിവസം രാത്രി ഒരു 1/2 കപ്പ് പാല്, കുറച്ച് ചൂടുവെള്ളം, അതിൽ 2 സ്പൂൺ ഓട്സ്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് ഇതെല്ലാം ഇട്ടിട്ട് അതൊക്കെ ഇട്ടിട്ട് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കും. പിറ്റേ ദിവസം അത് എടുത്ത് രാവിലെ അതിൻ്റെ അകത്ത് നട്ട്സ്, ബദാമിൻ്റെ ഒരു 4-5 ബദാം, പിന്നെ സീഡ്സ്, മെലൺ സീഡ്സ്, പംകിൻ സീഡ്സ്, അങ്ങനെ പിന്നെ ഡേറ്റ്സ് 3-4 ഡേറ്റ്സ് മുറിച്ചിടും. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വല്ലതുണ്ടെങ്കിൽ ഫ്രൂട്ട്സ്, പഴമോ മാങ്ങ എന്തെങ്കിലും അങ്ങനെ അതൊക്കെ ഇട്ട് രാവിലെ ആ മീല് കഴിക്കും. പിന്നെ അതിൻ്റെ ഹാഫ് ഭാഗം വെച്ച് ഞാൻ വൈകുന്നേരം കഴിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ സാധാരണ പോലെ ചോറുണ്ടും. ചോറ്, ഒരു വെജിറ്റബിൾ കറി, എന്തെങ്കിലും ഫിഷ് ഫ്രൈയോ ഫിഷ് കറി എന്തെങ്കിലും, അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അപ്പോൾ അത് കഴിച്ചപ്പോഴേക്കും ഞാൻ നോക്കും 2 ദിവസം കൂടുമ്പോൾ എൻ്റെ വെയിറ്റ് ശരിക്കും നല്ലോണം റെഡ്യൂസ് ചെയ്ത് നല്ല റിഡക്ഷനായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അധികം ഇങ്ങനെ ഇനിയും കുറഞ്ഞു പോകുമെന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് കൺട്രോൾ ചെയ്ത് ഈ 72 എത്തിയപ്പോൾ ഞാൻ അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരാഴ്ച മുന്നേ ഞാൻ ഈ രാവിലത്തെ ചിയ സീഡ്സ് കഴിക്കും, രാത്രി കഴിക്കാറില്ല. കാരണം ഇനി വീണ്ടും നമ്മുടെ വെയിറ്റ് കുറയുന്നതോറും നമുക്ക് ക്ഷീണം വരും എന്നുള്ള അത് ഞാൻ രാത്രിത്തെ സ്റ്റോപ്പ് ചെയ്തു. രാത്രി എന്തെങ്കിലും ഓട്സ് കുറുക്കിയിട്ടോ അല്ലെങ്കിൽ രാഗിയോ അതെന്താ കഴിക്കും. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ ഒരു കാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചാൽ വി ക്യാൻ ഡു ഇറ്റ്. പിന്നെ വലിയ എക്സസൈസ് ചെയ്യണമെന്നോ ഒന്നുമില്ല. ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കാം, ഉച്ച സമയത്ത് മാങ്ങ കഴിക്കാം, എല്ലാം കഴിക്കാം, ഒരു ലിമിറ്റിൽ, അധികം കഴിക്കാതിരിക്കുക. ഇത് കഴിയുമ്പോൾ ഇപ്പം എൻ്റെ വെയിറ്റ് ഞാൻ 72.5 നിൽക്കുകയാണ്. ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ പോവാണ്. ഇപ്പോൾ കാണുന്നവർക്ക് ചോദിക്കും എന്ത് പറ്റിയും മെലിഞ്ഞ. ഞാൻ പെർപ്പസ്ലി മെലിഞ്ഞതാണ്. പക്ഷേ എങ്കിലും എനിക്ക് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. അന്ന് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ വെയിറ്റ് കൂടിയ സമയത്ത് എല്ലാവരും കളിയാക്കുകയും ചെയ്യാതെ തന്നെ. ഇപ്പം എനിക്കതൊരു സമാധാനമായി. എനിക്ക് സുഖമായിട്ട് മൂവ് ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിൽ ഓവർ എക്സസൈസോ ഒന്നും ആവശ്യമില്ല. ഞാൻ 65 years ആയ ഒരാളാണ്. അപ്പോൾ എനിക്ക് ഡോക്ടർ പറഞ്ഞ 75 ആണ് എൻ്റെ കിലോഗ്രാം വെയിറ്റ് വേണ്ടത്. പക്ഷെ അതിലും ഞാൻ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. അത് ഞാൻ വെച്ചിരിക്കുകയാണ്. വല്ലപ്പോഴും എവിടെയെങ്കിലും നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മാങ്ങയോ ചക്കയോ ഒക്കെ അധികം തിന്ന് കുറച്ച് കൂട്ടാൻ വേണ്ടി ഒരു 3 കിലോ വെയിറ്റ് അങ്ങനെ വെച്ചതാണ്. അങ്ങനെ ഞാനിപ്പോൾ ഈ 72.5 നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നത് നമ്മൾക്കൊരു ഇത് വേണം, എന്താ പറയണ്ട, ചലഞ്ച് ആയിരിക്കണം. ഞാൻ വെയിറ്റ് റെഡ്യൂസ് ചെയ്തിരിക്കും, നമ്മളെ കൊണ്ട് പറ്റും, എനിത്തിങ് ആൻഡ് എവറിത്തിങ് വി ക്യാൻ ഡു. ബട്ട് നമ്മൾക്ക് ആ മനസ്സ് വേണം. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.